പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായതിനു ശേഷം ആദ്യഘട്ടത്തിൽ 3 തവണ വിജയിച്ചു കയറിയതൊഴിച്ചാൽ ഇടത് തൊട്ടിട്ടില്ല, നിലം തൊട്ടിട്ടില്ല ഈ മണ്ണിൽ നിന്ന്. UDFിൻ്റെ കോട്ടയാണ് പൊന്നാനി. ആ UDFിൻ്റെ കോട്ടയിലേക്ക് വരുന്നതാവട്ടെ അബ്ദുൽ സമദ് സമദാനിയും. മറുഭാഗത്ത് നിൽക്കുന്നത് ഇതാ ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു KS ഹംസ. 1 വർഷം മുമ്പ് വരെ പിണറായി വിജയനെ പഴിച്ച, LDFിനെ പഴിച്ച അതേ KS ഹംസ. എന്താണ് സാധ്യത? ഇത്രയും കാലം UDFിൻ്റെ പ്രതിനിധിയാണ്, ലീഗിൻ്റെ നേതാക്കന്മാരാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെൻറ്റിൽ എത്തിയതെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയ UDFിൻ്റെ മുസ്ലിം ലീഗിൻ്റെ MP എന്ന നിലക്ക് പാർലമെൻറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ? പാർലമെൻറ്റിൽ ചെയ്യുന്നതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പദ്ധതികൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് സാധിച്ചോ? 94% അറ്റൻഡൻസ് ഉണ്ടായിരുന്നു ET മുഹമ്മദ് ബഷീറിന്. 95. ഞാൻ ഇന്നലത്തെ ചാനൽ ചർച്ചയിലും കണ്ടു ഈ അറ്റൻഡൻസിൻ്റെ കാര്യം പറയുന്നത്. ഈ അറ്റൻഡൻസ് 95 ആയതുകൊണ്ട് ET മുഹമ്മദ് ബഷീർ പൊന്നാനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യം പൂർണ്ണമാവുമോ? ചോദ്യത്തിന് പൂർണ്ണമാവുമോ? ഒറ്റ കാര്യം, ഈ നിൽക്കുന്ന ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ. ഈ നിൽക്കുന്ന ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. MP എന്ന നിലക്ക് ET മുഹമ്മദ് ബഷീറിന് എന്ത് സേവനം ലഭിച്ചിട്ടുണ്ട്? ഒരൊറ്റ കാര്യം, ET മുഹമ്മദ് ബഷീർ ഒരു വർഷം 10 കോടിയോളം രൂപ 2 വർഷം അത് PM KS ഫണ്ടിലേക്ക് കൊണ്ടുപോയി, ബാക്കി 3 വർഷം കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. എത്ര കോടി രൂപ ഈ മണ്ഡലത്തിൽ ഇവിടുത്തെ MPക്ക് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു? ഇനി ഇങ്ങോട്ട് വരുന്ന ഒരാളുണ്ടല്ലോ, ഇപ്പോൾ ഒരു കോമഡി ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ നമ്മൾ വാട്സപ്പിൽ കണ്ട കാര്യം, പുത്തൂർ ബൈപ്പാസിൻ്റെ അപ്പുറത്തുള്ള ബോർഡ് ഇപ്പുറത്തേക്കും ഇപ്പുറത്തുള്ള ബോർഡ് ഇങ്ങോട്ടും വെച്ചപ്പോൾ മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും പൊന്നാനി മണ്ഡലം സ്ഥാനാർത്ഥിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇതാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ. അവിടുന്ന് പായിച്ചു വിട്ടതാണ് ജനങ്ങൾ. സമദാനിക്ക് മലപ്പുറം മണ്ഡലത്തിലേക്ക് പോയി വോട്ട് ചോദിക്കാൻ വേണ്ടി കഴിയില്ല, ETക്ക് പൊന്നാനി മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പരസ്പരം മാറ്റി അൾട്ടാ പുൾട്ടാ. ഇതാണ് പരിപാടി. ഈ പരിപാടി ഇന്നത്തോടുകൂടി, ഈ തെരഞ്ഞെടുപ്പോടുകൂടി പൊന്നാനിയിലെ ജനങ്ങൾ അവസാനിപ്പിക്കും. സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഈ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി അനുവദിക്കില്ല. ശരി, വളരെ ക്ലിയർ ആണ്. ആദ്യത്തെ മെസ്സേജ് നോക്കൂ. ഹാരിസ് മുതൂർ, ഇവിടെ നിന്നും ഒരു സ്ഥാനാർത്ഥി അങ്ങോട്ട് പോകുന്നു. എന്താണ് ET മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ നിന്ന് മത്സരിച്ചാലുള്ള കുഴപ്പം? ഈ വണ്ടിയുടെ മുൻപിലത്തെ വീലെടുത്ത് പുറവിലിടുക, പുറവിലത്തെ വീലെടുത്ത് മുമ്പിലിടുക, അതിനും അപ്പുറത്തേക്ക് ആ വണ്ടിക്കൊരു സ്റ്റെപ്പിനെങ്കിലും വെച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കറിയാം പൊന്നാനിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും അത് കാലാകാലമായി പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ലീഗിൻ്റെ 2 നേതാക്കന്മാരാണ് മാറിയാലും അറിഞ്ഞാലും മത്സരിക്കുന്നത്. അത് അൾട്ടയായാലും പുൾട്ടയായാലും. CPMനെ പോലെ ഇന്നലെ വരെ കോണി ചിഹ്നത്തിൽ പ്രയത്നിച്ച, മിനിയാന്ന് വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറി പറഞ്ഞ ഒരാളെ കൊടുന്ന് ടയറുമില്ല, വാഹനവുമില്ല, എല്ലാം മാറ്റി വെച്ചിരിക്കുന്ന കട്ടപ്പുറത്തിരുന്ന ഒരാളെ കൊടുന്ന് പൊന്നാനിയിൽ ഓടിക്കേണ്ട ഗതികേട്. അതായത് ലീഗിന്റെ വണ്ടിയിലെ ടയർ ഊരി LDFിലിട്ടു. അവർക്ക് സ്വന്തമായി വാഹനവുമില്ല, ടയറുമില്ല. ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ UDF ഒഴിവാക്കിയ ടയർ ഉപയോഗിച്ച് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ വാഹനം ഓടാൻ പോയിട്ട് ഒന്ന് അനക്കാൻ പോലും പൊന്നാനിയിലെ ജനങ്ങള് അനുവദിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, അതായത് കാറ്റുപോയ ടയറാണ്. അതെ, ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക. ടയർ എന്ന് തന്നെ പറയാൻ കഴിയില്ല, കാറ്റുപോട്ടെ, അത് മറ്റൊരു വിഷയം.